നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ എടവണ്ണയിലാണ്. ഇവിടെ സ്പാൻ ആർക്കിടെക്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ഒരു അടിപൊളി വീട്ടിലാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ സ്പാൻ ആർക്കിടെക്റ്റിൻ്റെ മെയിൻ എഞ്ചിനീയർ നമ്മളെ കൂടെ ഉണ്ട്. നമുക്ക് ആളെടുത്ത് വീടിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കാം, ഇപ്പോൾ ഈ ഒരു കിച്ചണിനെ പറ്റി, ഇപ്പോൾ ഈ വീട് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് കുറച്ചായല്ലോ, വീട്ടുകാരുടെ അഭിപ്രായം എന്തായിരുന്നു? അതുപോലെ തന്നെ വന്ന് കണ്ടിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായം എന്തായിരുന്നു? ഈ ഒരു കിച്ചൺ ശരിക്കും ഒറ്റ കിച്ചണായിട്ടാണ് ഇതിൽ സ്പേസ് ചെയ്തിട്ടുള്ളത്. കാരണം ഇതിൽ ഒരു ഐലൻഡ് കിച്ചൺ പോലെയൊക്കെ മാക്സിമം സ്റ്റോറേജ് കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു വുഡനോബ് ഈ ഭാഗത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഇവിടെ നഷ്ടമാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്ത് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാനുള്ള സ്പേസും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്ന ആളുകൾക്കൊക്കെ ഒരു നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ്. ഈ ഒരു കളർ തീം തന്നെ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഈ ഒരു കളർ തീം നമ്മൾ പൊതുവെ എല്ലാ സ്ഥലത്തും കാണാത്തതാണ്. അപ്പോൾ ഈ ഒരു കളർ തീം ചൂസ് ചെയ്യാൻ അവർ ക്ലയൻസ് പറഞ്ഞതാണോ അതോ നിങ്ങൾ? അല്ല, ക്ലയൻസിന് ശരിക്കും ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈനാണ് അവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് ഡിസൈൻ ചെയ്തത് ഒരു ഗ്രീനിഷും വൈറ്റും ഒരു നല്ലൊരു കളർ കോമ്പിനേഷനാണ് വരുന്നത്. പിന്നെ ഗ്ലാസും ഒരു കൂളിംഗ് ഗ്ലാസും വരുന്ന ഗ്ലാസ് ഡോറുകൾ കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് നല്ല മാച്ചാവും. ഈ ഒരു ഏരിയയിൽ കിച്ചണും അതുപോലെ തന്നെ വർക്ക് ഏരിയ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ സൈസ് എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ എത്രയാണ് ഇതിന്റെ സൈസും? 3.5 മീറ്റർ വിഡ്ത്തും 5.5 മീറ്റർ ലെങ്ത്തുമാണ് വരുന്നത്. ഇത് സ്റ്റോറേജ് ഏരിയ എത്രയാ? സ്റ്റോർ റൂം ശരിക്കും ഈ 2 ഡോറായിട്ട് നമ്മൾ വാർഡ്രോബ് കൊടുക്കുന്ന പോലെ ഡോറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞ ഏരിയയിൽ ഒരു സ്റ്റോർ റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസുകളെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും? ഇതിൻ്റെ ഇൻസൈഡിൽ ശരിക്കും ഫെറോസിമെൻറ്റിലാണ് പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത്. ഈ ഔട്ടർ സൈഡിൽ ഫാബ്രിക്കേഷനിൽ ചെയ്ത ഡോറാണ്. അലുമിനിയം ഫാബ്രിക്കേഷൻ, PVC ഷീറ്റ്. കൗണ്ടർ ടോപ്പ് 17 mm മാർബോണൈറ്റ്. ഇത് തന്നെയാണ് ത്രൂ ഔട്ട് എല്ലാം കൊടുത്തിട്ടുള്ളത്. ഇത് ഗ്ലാസ് ഡോറാണ്. ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് നല്ല വെന്റിലേഷനും നല്ല ലൈറ്റ് ഉണ്ടാവും. മാക്സിമം വെന്റിലേഷൻ കൊടുത്തുകൊണ്ട് കിച്ചണിൽ എപ്പോഴും അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. കിച്ചണിൽ എപ്പോഴും നല്ല ലൈറ്റ് ഉണ്ടാവും.
കുറിച്ച് എന്താ പറയാനുള്ളത്? എങ്ങനെയായിരുന്നു ഒരു സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ഒന്ന് ഷോർട്ടാക്കി പറയൂ. ആക്ച്വലി ഈ വീട് ശരിക്കും ഒരു 2 ലെവലിലുള്ള ഒരു പ്ലോട്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് റോഡ് ഒരു സ്ലോപ്പായിട്ട് വരുന്ന ഒരു സ്റ്റൈലാണ് റോഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെ അലൈൻ ചെയ്തിട്ട് ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നതാണ്. 10 സെൻറ്റ് പ്ലോട്ടിൽ 2600 സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ ഏരിയ വരുന്നത്. അപ്പോൾ അതിൽ താഴെ 2 ബെഡ്റൂം, മേലെ 2 ബെഡ്റൂം, പിന്നെ എല്ലാ സൗകര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലാനാണിത്. മാക്സിമം നല്ലുള്ളൊക്കെ സ്പേഷ്യസ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് ആണ് എല്ലാ ഇതിലുള്ള അവർക്ക് 4 ബെഡ്റൂമാണ് ടോട്ടലി. പിന്നെ കിച്ചൺ ഒന്ന് സ്പേഷ്യസ് ആയിരിക്കണം. പിന്നെ ഈ ഒരു പ്ലോട്ടിന് മാക്സിമം നമുക്ക് പാർക്കിങ് അതേപോലെ ബാക്കിയുള്ള എല്ലാം ചെയ്തിട്ട് അതിലുള്ള ഒരു ഡിസൈനാണ് വേണ്ടത് എന്ന് പറഞ്ഞു.1 ഇയറിന്റെ ഉള്ളിൽ തന്നെ വർക്ക് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് 1 ഇയറിന്റെ ഉള്ളിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം കുറഞ്ഞ ചില പാർട്ടുകൾ പിന്നെ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കൊക്കെ വേറെ ടീമാണ് ചെയ്തിട്ടുണ്ടായത്. ബാക്കിയുള്ള ഈ സ്ട്രക്ചർ വർക്കും അതേപോലെ ബാക്കിയുള്ള വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോർമലി കാണുന്ന വീട്ടിൽ നിന്ന് ഞാൻ ഇവിടെ നോട്ട് ചെയ്തൊരു കാര്യം, കിണർ അത്യാവശ്യം സൈസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ കൺസ്ട്രക്ഷന്റെ ടൈമിൽ അത് എന്തെങ്കിലും പ്രശ്നം? അല്ല, അത് സംഭവം എന്താ വെച്ചാൽ അത് ഇപ്പം 4-5 വീടുകൾക്ക് അവകാശമുള്ള കിണറായതുകൊണ്ട് പിന്നെ അത് അങ്ങനെ തന്നെ നിന്നോട്ടെന്ന് വിചാരിച്ചതാണ്. കിണർ ഇഷ്യൂ തന്നെ ആയിരുന്നു. ആ കിണർ വേറെ പ്ലോട്ടാണ് ശരിക്കും. അപ്പം ആ ഒരു കട്ടിങ്ങും അതൊക്കെ നിലനിർത്തിക്കൊണ്ട് അത് നമ്മളെ പ്ലാനിലെ ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തതാണ് സംഭവം. എന്തായാലും ക്ലയന്റ് ഹാപ്പിയാണ്. ഹാപ്പിയാണ്. നമ്മളിവിടെ വന്ന സമയത്ത് തന്നെ മനസ്സിലായി ഇവരുമായിട്ടുള്ള നമുക്ക് അപ്രോച്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പം എന്തായാലും ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പം ഇനിയും നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.